എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാടിന് തന്നെ നടുക്കിയ ഒരു സംഭവമാണ് എയർ ഇന്ത്യയുടെ ക്രാഷ്. എയർ ഇന്ത്യ ക്രാഷ് ആയപ്പോൾ തന്നെ എത്രയോ പേരാണ് മരിച്ചത്. 290ഓളം പേര് മരിച്ചു. 290ഓളം പേര് മരിച്ചു എന്ന് പറയുമ്പോൾ 290ഓളം കുടുംബത്തിലെ കണ്ണുനീരാണ്. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ സങ്കടം തോന്നും. ഓരോരുത്തരും ഓരോ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിന്റെ ഇടയിൽ ഓരോ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് UK പോയവരാണ്. 169 ഇന്ത്യക്കാരും 53 ബ്രിട്ടീഷുകാരും 7 പോർച്ചുഗീസുകാരും ഒരു കനേഡിയനും ഉണ്ടായിരുന്നു. പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ രഞ്ജിത എന്ന് പറയുന്ന ഒരു മലയാളിയും കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി കുറച്ച് പണമൊക്കെ സമ്പാദിച്ച് അവരുടെ ബുദ്ധിമുട്ടിനൊക്കെ ഒരു പരിഹാരം കാണാനും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വീട് പണിയാ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. ഒരുപാട് ലോണുകളൊക്കെ തിരിച്ചടയ്ക്കാനുണ്ടാവും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഓരോ ജീവിതമാർഗം തേടി പോകുന്നത്. എന്നാൽ ആ സ്വപ്നത്തിനെയൊക്കെ തച്ചുടയ്ക്കുന്ന തരത്തിലൊരു അപകടം നടന്നു. ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ വീഡിയോകളായിട്ട് ഇങ്ങനെ പുറത്തു വരികയാണ്. ഓരോ വിമാനത്തിനുള്ളിൽ കയറിയിരുന്ന ഒരാൾ വീഡിയോ എടുക്കുകയാണ്. ഈ വിമാനത്തിൽ ഒരു ഫെസിലിറ്റീസും ഇല്ല, AC വർക്ക് ആകുന്നില്ല പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. AC is not working. Look at everyone. And it's so many people, they are using these magazines. AC is not working at all. And as usual, your TV screens are also not working. Neither this button for calling the cabin crew. Nothing is working. And we are here for the last 15 minutes. Nothing happening. And as usual, the map, the in-flight entertainment is not working. If I press this cabin crew button, it's not working either. Nothing is working. ആ വീഡിയോയിൽ കാണിച്ചു തരികയാണ്. എന്നുള്ളതുപോലെ സ്ഥിരം കാഴ്ചയാണെന്നാണ്, ആസ് യൂഷ്വൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആസ് യൂഷ്വൽ ഇത് AC വർക്ക് ആകുന്നില്ല, ആസ് യൂഷ്വൽ നെറ്റ് കണക്ഷൻസ് ഒന്നും കിട്ടുന്നില്ല, ക്യാബിൻ ക്രൂവിനെ വിളിക്കാനുള്ള അതൊന്നും വർക്ക് ആകുന്നില്ല എന്നാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തില്ല. ഇനി അഥവാ അതിനുള്ളിൽ ഒരു എമർജൻസി നടന്നാൽ പോലും അവർക്കൊരു ക്യാബിൻ ക്രൂവിനെ അറിയിക്കണമെങ്കിൽ പോലും ആ കാര്യങ്ങളൊന്നും വർക്ക് ആകുന്നില്ല എന്നാണ്. അപ്പം അതിന്റെ അർത്ഥം എയർ ഇന്ത്യയുടെ തന്നെ പ്രോബ്ലം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിമാനത്തിനുള്ളിൽ AC വർക്ക് ആകുന്നില്ല, അതിനുള്ളിലുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും വർക്ക് ആകുന്നില്ല എങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള ഒരു വിമാനമാണ് ഇപ്പൊ ക്രാഷ് ആയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ അനാസ്ഥ മൂലമാണ് ഇത് സംഭവിച്ചത് എന്ന് തന്നെ ഇരിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയും എയർ ഇന്ത്യ CEO ഒക്കെ ആ സ്ഥലം സന്ദർശിക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാതിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുന്ന് ഇന്ത്യയെ വന്ന് വിസിറ്റ് ചെയ്ത ബ്രിട്ടീഷുകാരെ തിരിച്ച് ഇന്ത്യയിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർ അവസാനമായി എടുത്തൊരു വീഡിയോയുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇതുപോലെ സങ്കടം തോന്നിക്കുന്ന ഒരു അത് അവരുടെ അവസാന നിമിഷങ്ങളിൽ അവരെടുത്ത വീഡിയോ ആണെന്ന് അവർക്ക് സ്വപ്നേബി വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വേദനാജനകമായ കാര്യങ്ങളാണ് അതൊക്കെ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. The airport, just boarding. Goodbye, India. Goodbye. 10-hour flight back to England. Going back happily. ഇതേ വിമാന അപകടം നടന്ന സ്ഥലത്ത് നിന്നാണ് ഡോക്ടർ എലിസബത്ത് ഉദയനും താമസിച്ചിരുന്നത്. അത് അവരുടെ ഹോസ്റ്റലിന് മേലെയാണ് ഈ വിമാനം തകർന്നു വീണത്. 4 രക്ഷപ്പെട്ടെന്ന് പറയാൻ പുള്ളിക്കാരിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളിക്കാരി ഹോസ്പിറ്റലായിരുന്നു. എലിസബത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടെ നമുക്ക് കേട്ടു നോക്കാം. ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. ഇവിടുത്തെ മെഡിക്കൽ ഫെറ്ററിലെ സ്റ്റുഡൻസ് അടക്കം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എപ്പോഴാണ് നിങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു 1:45-2 മണി ആവണ സമയത്താണ് ആക്ച്വലി ഞങ്ങൾക്ക് TV-യിൽ ഹോസ്പിറ്റൽ അനൗൺസ്മെന്റ് ആയിട്ട് വരുന്ന മാസ് കാഷ്വാലിറ്റി ഉണ്ടെന്ന്. അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആക്ച്വലി പ്ലെയിൻ ക്രാഷ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സൗണ്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ തന്നെ ഒരു 4-5 ഹോസ്റ്റലുകൾ പിള്ളേർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഹോസ്പിറ്റലും ഈ പറഞ്ഞ ഹോസ്റ്റലും തമ്മിൽ ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. സോ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴാണ് ക്രാഷ് ചെയ്തത്. ഞങ്ങളുടെ തന്നെ ഹോസ്റ്റലിലേക്കും അതുപോലെ തന്നെ മെസ്സിലേക്കാണ് ഫ്ലൈറ്റ് വന്ന് ക്രാഷ് ചെയ്തത്. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഓരോരുത്തരും മിസ്സിംഗ് ആണ്. ഇവിടേക്കാണ് ആളുകളെ കൂടുതലായി കൊണ്ടുവന്നത്. അപ്പം അന്നേരത്തെ ഒരു അവസ്ഥ നിങ്ങൾ എല്ലാ ചികിത്സയിലും എല്ലാം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ആക്ച്വലി ഇന്റർ ട്രാൻസ്മിഷൻ മെഡിസിൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾക്ക് ബ്ലഡ് കളക്ട് ചെയ്യണം, ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പല ഹോസ്പിറ്റലുകൾ, ഇതിന്റെ ചുറ്റുള്ള പല ഹോസ്പിറ്റലുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 100-400ഓളം ബ്ലഡ് ബാഗുകൾ അപ്പം തന്നെ ഒരു വിത്തിൻ 1 അവർ അവരിങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇവിടുത്തെ MBBS സ്റ്റുഡൻസ് അതുപോലെ തന്നെ നാട്ടുകാർ എല്ലാവരും വോളണ്ടറി ആയിട്ട് തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാർക്ക് MBBS സ്റ്റുഡൻസുകൾക്കൊക്കെ പ്രത്യേക സല്യൂട്ട് കൊടുക്കണം. കാരണം അവരെ സ്വമേധ വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള സന്മനസ് കാണിച്ചില്ല. ഇതുപോലുള്ള ഒരു മാസ് കാഷ്വാലിറ്റി ഒക്കെ വരിക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവിചാരിതമായി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ആകെ തത്രപ്പാടും ബഹളവും, ഒരുപാട് പേര് മരിച്ചു, അതിൻ്റെതായ വിഷമങ്ങള്, കരച്ചില്, ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇത്.
ഇന്നത് എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ പത്തനംതിട്ടയിലെ പുല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള രഞ്ജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതിന്റെ കൂടെ മരിച്ചിരുന്നു എന്ന്. രഞ്ജിതയ്ക്ക് 2 കുട്ടികളാണ്. മൂത്ത കുഞ്ഞ് 10ാം ക്ലാസ്സിലും രണ്ടാമത്തെ കുഞ്ഞ് 2ലും പഠിക്കുകയാണ്. ദിവസത്തേക്ക് യു കെയിൽ നിന്ന് വന്നതാണ്. ഗൾഫ് നാടുകളായിരുന്നു, പിന്നീട് യു കെയിലായിരുന്നു. യു കെയിൽ നിന്ന് 3 ദിവസത്തേക്ക് അവർക്ക് വന്നതാണ്. ജോലി PSC റാങ്ക് ലിസ്റ്റിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് തിരികെ വരണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് മടങ്ങിപ്പോയിരിക്കുന്നത്. ഇന്നലെ ഇവിടുന്ന് ചെന്നൈക്കാണ് പോയത്. അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് പോകുന്നതാണ് അറിയിപ്പുള്ളത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് വിവരം ലഭിച്ചിരിക്കുന്നത്. രഞ്ജിത ഈ ലോകത്തുനിന്ന് പോയി. എന്നാൽ ഈ വിമാന അപകടത്തിൽ ഇവർക്കെല്ലാം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റാണ് നമ്മളെ ഏറെ ഞെട്ടിച്ചു കളഞ്ഞത്. അദ്ദേഹം പവിത്രൻ എന്ന് പറയുന്ന ഒരു തഹസിൽദാരാണ്. വളരെ മോശമായിട്ടുള്ള ഒരു കമന്റാണ് അവിടെ വന്ന് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് അതിനെ കുറിച്ചൊന്ന് കേൾക്കാം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച നഴ്സിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അപവാദ പ്രചരണം നടത്തിയതിൽ നടപടി. വിവാദ കമ്മിറ്റിയുടെ കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാറായ പവിത്രനെ സസ്പെൻഡ് ചെയ്തു. മുമ്പും ഇയാൾ ഇത്തരത്തിൽ പലതവണ ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഫേസ്ബുക്ക് നോക്കിയാൽ ഈ പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സാരംഗ് അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. സാരംഗ്, എന്താണ് എന്ത് വ്യാജ പ്രചാരണമാണ് ഇയാൾ നടത്തുന്നത്? ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒന്ന് ആലോചിക്കും, മനുഷ്യൻ എത്രത്തോളം നീചനായി പോകുന്നു എന്നതാണ്. നമ്മൾ ഇന്ന് ആരോഗ്യമന്ത്രി വരെ ആ വീട്ടിലെത്തി ആ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. എല്ലാവരും കണ്ടു നിൽക്കുന്ന, നമ്മൾ പോലും മാനസികമായി തകർന്നു പോകുന്ന അവസ്ഥയിലാണ് ആ ദൃശ്യങ്ങൾ. അതിനിടയിലാണ് ഇങ്ങനെ ദുഷിപ്പുമായിട്ട് ഇറങ്ങുന്നത്. എന്താണ് ഇയാളുടെ പശ്ചാത്തലം? ദിവിഷ്, രാജ്യം മുഴുവൻ വലിയ ദുഃഖത്തിൽ നിൽക്കുന്ന സമയത്താണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സർക്കാർ ജീവനക്കാരനാണ്, ഒരു ഡെപ്യൂട്ടി തഹസിൽദാരാണ്. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്ന പവിത്രൻ എന്ന വ്യക്തിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ രഞ്ജിതയ്ക്കെതിരെ വലിയ തോതിൽ ലൈംഗിക ചുവയോട് കൂടിയുള്ള ഒരു കമന്റ് ഇടുന്നത്. അതിന് തൊട്ടുപിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ വന്നു. ഇപ്പോൾ ആ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ കാസർഗോഡ് കളക്ടർ അടിയന്തര നടപടിയെടുത്തിരിക്കുകയാണ്. മാത്രമല്ല രഞ്ജിതയുടെ കുടുംബം സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നടക്കമുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മുൻപും ഇയാൾ ഇത്തരത്തിൽ അപകടങ്ങൾ നടന്ന സമയത്തൊക്കെ തന്നെ അതിലെ ഇരകളെ ഇത്തരത്തിൽ ദുഷ്ടലാക്കോടുകൂടി മോശം ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെങ്കിൽ ഡെപ്യൂട്ടി തഹസീൽദാരുടെ പദവിയിൽ എങ്ങനെയാണ് സാരംഗ് ഇയാൾ ഇത്രകാലം തുടരുക എന്ന് മാത്രമല്ല കാസർഗോഡ് യുവജന സംഘടനകളും പ്രതികരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇയാൾക്ക് ഇതുപോലെയുള്ള നൃശംസമായ അപവാദ പ്രചരണങ്ങൾ ഇങ്ങനെ നടത്താൻ കഴിഞ്ഞത്? തീർച്ചയായും അഭിലാഷ്, ഇനി കാര്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇതിന് തൊട്ടു മുൻപ് സമാനമായ ഒരു ആരോപണം ഉയർന്ന സമയത്ത് കാസർഗോഡ് ജില്ലാ ഭരണകൂടം ഇയാളിൽ നിന്നും വിശദീകരണം എഴുതി വാങ്ങിയിരുന്നു. അതിനുശേഷം മെമ്മോ നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും പിന്നീടും ഇയാൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇയാൾ മുൻപ് ജോയിന്റ് കൗൺസിൽ എന്ന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി കൂടിയായിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. നമ്മുടെ നാട്ടിലെ ഞരമ്പ് രോഗികൾക്കൊന്നും യാതൊരു പഞ്ഞില്ല. അവരൊന്നും അന്യം നിന്ന് പോയിട്ടില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. ഒരു വീട്ടമ്മയെ കുറിച്ചാണ് ഇങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നത്, ഇങ്ങനെ അപവാദങ്ങൾ പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിടുന്നതൊക്കെ. തക്ക സമയത്ത് തന്നെ അതിനെതിരെ ഒരു നടപടി എടുത്തത് കൊണ്ട് തന്നെ അവർക്കൊരു നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ ഞരമ്പ് രോഗികൾക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ കമന്റ് ഇടാനൊക്കെ തോന്നുമ്പോൾ ഇതൊക്കെ ഓർത്തിരുന്നാൽ നല്ലത്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കാം. ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദൈവം അവർക്ക് ആശ്വാസം നൽകട്ടെ, സമാധാനം നൽകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കും. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.